ഹലോ എവ്രി വൺ, KTET കാറ്റഗറി 3 പാർട്ട് 3 ഇംഗ്ലീഷിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളൊരു സ്റ്റഡിയാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Which theory stresses the importance of integrating listening, speaking, reading and writing? Options are additive model, comprehensible input, whole language hypothesis, monitor model. So reading, listening, speaking, writing ഇതെല്ലാം ഉണ്ട്. സോ ദി റൈറ്റ് ആൻസർ വിൽ ബി ഹോൾ ലാംഗ്വേജ് ഹൈപ്പോത്തസിസ്. ഇവിടെയുള്ള ഓരോ ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അഡിറ്റീവ് മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡിങ് ചിൽഡ്രൻ വിത്ത് എൻഗേജിങ് ലേണിംഗ് എക്സ്പീരിയൻസസ് ഇൻ ആൻ ഔട്ട് ഓഫ് സ്കൂൾ സെറ്റിംഗ് ദാറ്റ് വിൽ പ്രൊമോട്ട് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് എന്നുള്ള ഒരു ബേസിലാണ് അഡിറ്റീവ് മോഡൽ ഉള്ളത്. അതുപോലെ കോംപ്രഹെൻസിബിൾ ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ ഇൻസ്ട്രക്ഷണൽ ഷിഫ്റ്റ് വെൻ ടീച്ചേഴ്സ് പ്രൊവൈഡ് ഇൻപുട്ട് വെൻ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ് ബട്ട് നോട്ട് ഓൾ ഓഫ് ദി ലാംഗ്വേജ്. മോണിറ്റർ മോഡൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ. മോണിറ്റർ മോഡൽ ഇസ് പാർട്ട് ഓഫ് സ്റ്റീഫൻ ക്രാഷൻസ് തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. സ്റ്റീഫൻ ക്രാഷൻ 5 മെയിൻ ഹൈപ്പോത്തസിസ് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദി അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്, ദി മോണിറ്റർ ഹൈപ്പോത്തസിസ്, ദി ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, ദി അഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ് ആൻഡ് ദി നേച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ സ്റ്റീഫൻ ക്രാഷൻ്റെ തിയറി ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനിൽ ഇല്ലാത്തത് ഏതാണ് എന്നോ അങ്ങനെയെല്ലാം ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. Monitor model hypothesis says that language learning occurs either through learning or through acquisition. And also a learner's learned system acts as a monitor to what they are producing. So here listening, speaking, reading and writing എന്നുള്ളതിനെ എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് whole language hypothesis ആണ്. Next question. Which is an episodic series of spoken word digital audio that can be downloaded or streamed. ഇപ്പോൾ ഡിജിറ്റൽ ഓഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. Here the right answer will be podcast. Next question. The term sight vocabulary refers to common words that learners first spot and recognize when developing their ലിസണിങ് സ്കിൽസ്, സ്പീക്കിംഗ് സ്കിൽ, വൊക്കാബുലറി സ്കിൽസ് ആൻഡ് റീഡിംഗ് സ്കിൽസ്. ചെറിയ ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം സൈറ്റ് വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട് ഓരോ ചാപ്റ്റേഴ്സിന് ശേഷം. അതായത് ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് വായിക്കാൻ ഏബിളായിരിക്കണം. കാരണം ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പല പാഠഭാഗങ്ങളിലായിട്ട് വരുന്ന വേർഡ്സ് ആയിരിക്കും അത്. സോ സൈറ്റ് വൊക്കാബുലറി അവർ റീഡിംഗ് സ്കില്ലിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. Next one, which of the following would be most suitable for an interactive writing activity in classroom? Interactive ആയിരിക്കണം, റൈറ്റിംഗ് ആയിരിക്കണം. സോ റൈറ്റിംഗ് എ പാരഗ്രാഫ്, റൈറ്റിംഗ് എ റിപ്പോർട്ട്, റൈറ്റിംഗ് ഡയറി ഇതിലെല്ലാം ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. എന്നാൽ റൈറ്റിംഗ് എ ചെയിൻ സ്റ്റോറി എന്ന് പറയുമ്പം ഈച്ച് റൈറ്റർ കോൺട്രിബ്യൂട്ട്സ് എ സെൻറ്റൻസ്. ആ രീതിയിലാണ് ആ സ്റ്റോറി പോകുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻറ്ററാക്റ്റീവ് റൈറ്റിംഗ് ആക്ടിവിറ്റി. സോ ഹിയർ ദി ഓപ്ഷൻ ഡി, റൈറ്റിംഗ് എ ചെയിൻ സ്റ്റോറി will be the right answer. Now the next question. The study of rules related to proper sentence formation is called. Sentence formation അല്ലെങ്കിൽ sentence structure ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഓടി വരേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്, സിൻടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ സെമാൻറ്റിക്സ് എന്താണ്? ഇറ്റ് ഈസ് ദ branch of linguistics that deals with the meaning ആണ്. സെമാൻറ്റിക്സ് is for meaning എന്നുള്ളതാണ് അതിൻ്റെ കീവേഡ്. മോർഫോളജി ഡീൽസ് വിത്ത് ദി സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ആണ്, സെൻറ്റൻസ് അല്ല. ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് വേർഡ്സ് ഫോർമേഷനെ കുറിച്ചിട്ടാണ് മോർഫോളജി പറയുന്നത്. പ്രാഗ്മാറ്റിക്സ് ദി ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദറ്റ് ഡീൽസ് വിത്ത് ദി മീനിങ്സ് ആൻഡ് ഇഫക്ട്സ് വിച്ച് കം ഫ്രം ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്. ഇതൊരു യൂസ് ഓഫ് ലാംഗ്വേജ്, സ്പീക്കിംഗ്, അതിൻ്റെ ഇഫക്ട്സ് അതിനെക്കുറിച്ച് പറയുന്നതാണ് പ്രാഗ്മാറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Most audio-lingual materials are designed to help learners develop their dash skills. ഓഡിയോ ലിംഗ്വൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഡിയോ നമ്മൾ എന്താ കേൾക്കുകയാണ് ചെയ്യുന്നത്, കേട്ടിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സോ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. ഓഡിയോ ലിംഗ്വൽ മെറ്റീരിയൽസ് ആർ ഡിസൈൻഡ് ടു ഹെൽപ്പ് ലേണേഴ്സ് ഡെവലപ്പ് ദെയർ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ്. Next question. According to Noam Chomsky, language learning is a process of dash. Options are habit formation, rule formation, skill formation, vocabulary formation.
സോ നോം ചോംസ്കി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഇന്നേറ്റ് എബിലിറ്റി എല്ലാവരുടെയും ബൈ ബർത്ത് നമ്മുടെ ബ്രെയിനിലൊരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. അതുപോലെ യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയൊക്കെ നോം ചോംസ്കിയുമായി അസോസിയേറ്റഡ് ആണ്. വാട്ട് സോർട്ട് ഓഫ് റീഡിംഗ് ഡു യു യൂസ് ടു ഫൈൻഡ് എ വേർഡ് ഇൻ എ ഡിക്ഷണറി? സോ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു വേർഡ് കിടപ്പുണ്ട്, ആ വേർഡിനെ നമ്മൾ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കണം. സോ ഹിയർ ദി റൈറ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ സി, സ്കാനിങ്. എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നാണ് ഓപ്ഷൻ എ. അതിൻ്റെ അർത്ഥം എക്സ്ട്രാ റീഡിംഗ് ആണ്. മോർ ദാൻ അവർ ടെക്സ്റ്റ് ബുക്ക് വി റീഡിംഗ് ഫോർ ഫൺ. എക്സ്ട്രാ റീഡിംഗ്, ഇറ്റ് ഈസ് എസ്പെഷ്യലി to derive fun. So that is extensive reading. Intensive reading is very detailed study of a text is known as intensive reading. Reading every line, every word in thorough detail. That is intensive reading. Scanning, നമ്മൾ ഓൾറെഡി ഉദ്ദേശിക്കുന്ന ഒരു വേർഡിനെയോ ഒരു ഇൻഫർമേഷനെയോ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് സ്കാനിങ് എന്ന് പറയുന്നത്. സ്കിമ്മിങ് is an overall reading. That means not in detail, just to get an overall idea, we use the technique skimming. Now next one, writing is a sub-skill, productive skill, receptive skill, passive skill. It is a പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. റൈറ്റിംഗ് എന്നുള്ളത് പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. അതുപോലെ തന്നെയാണ് സ്പീക്കിങ്ങും. ബിക്കോസ് വി പ്രൊഡ്യൂസ് റൈറ്റിംഗ്, വി പ്രൊഡ്യൂസ് സ്പീക്കിംഗ്. അതുപോലെയല്ല റീഡിംഗ് എന്ന് പറയുമ്പോഴും ലിസണിങ് എന്ന് പറയുമ്പോഴും അത് റിസെപ്റ്റീവ് സ്കിൽസിലാണ് വരുന്നത്. ചിലപ്പോഴൊക്കെ പാസീവ് സ്കിൽസ് എന്നുകൂടി അതിനെ പറയാറുണ്ട്. സോ റിസെപ്റ്റീവ് സ്കിൽസ് ആർ റീഡിംഗ് ആൻഡ് ലിസണിങ്. പ്രൊഡക്റ്റീവ് സ്കിൽസ് ആർ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സോ ഹിയർ ദി റൈറ്റ് ആൻസർ വിൽ ബി റൈറ്റിംഗ് ഈസ് എ പ്രൊഡക്റ്റീവ് സ്കിൽ. Next question. Some theorists suggest that there is a certain time early in the learners called the dash when language acquisition can fully occur. Options: critical period, silent period, preparation time, active learning time. Here the correct answer is option A, critical period. So critical period എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there is a certain time early in the learners called the critical period when language acquisition can fully occur എന്നുള്ളതാണ്. ഇതുപോലെ നമുക്കൊരു സൈലൻറ്റ് പീരിയഡ് എന്നുള്ളൊരു ഓപ്ഷൻ ബിയിൽ കാണാനുണ്ട്. ദറ്റ് മീൻസ് ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ടൈം ഇൻ ദ ഇനീഷ്യൽ ഫേസ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ലേണേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് റൈദർ ദാൻ റെസ്പോണ്ടിങ്. സോ ലേണേഴ്സ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് റൈദർ ദാൻ റെസ്പോണ്ടിങ്. അങ്ങനെയുള്ള ഇനീഷ്യൽ ഫേസിലെ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് സൈലൻറ്റ് പീരിയഡ് എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is often described as language used to talk about language. Language used to talk about language. Here the options are whole language, meta language, target language and sign language. Here the right option is option B, meta language. Next one. In the dash method, learners are introduced to one learning item at a time with hopes that mastering each skill will eventually lead to learning a language. Here the options are functional language, audio-lingual, form-focused task and TPR. So here the right option is form-focused task. In the form-focused task method, learners are introduced to one learning item at a time with hopes that mastering each skill will eventually lead to learning a language. Next one, what sort of reading do you use to find out what's on TV today? What's on TV today എന്നൊന്ന് ഓവറോൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് which method we will use? Options are scanning, skimming, intensive reading, reading between the lines. സോ വാട്ട്സ് ഓൺ ടി വി ടുഡേ എന്നുള്ളൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ മാത്രമാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അത് മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ സ്പെസിഫിക് ഇൻഫർമേഷൻ റീഡിംഗ് ഈസ് നോൺ ആസ് സ്കാനിങ്. Next one, the needs and interests of the students receive priority and the teacher's role is as facilitator in dash learning. Options are school-centered, teacher-centered, student-centered, activity-centered. Students get priority and teacher's role is as a facilitator. So as the name suggests, here the option C, student-centered will be the right answer. Next one, teacher uses only English, but students can use English or their first language. The teacher doesn't correct mistakes when students speak English. Students can start speaking English when they are ready. This is known as options: task-based learning, grammar translation approach, natural approach, the lexical syllabus.
So here the right option is option C, natural approach. നാച്ചുറലി നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണ്? ബൈ ലിസണിങ് ടു ദ റിയൽ സ്പീക്കേഴ്സ്. അതേ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് ടീച്ചർ യൂസസ് ഓൺലി ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് ക്യാൻ സ്പീക്ക് ഐദർ ഇൻ ദെയർ ലാംഗ്വേജ് ഓർ ഇൻ ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് വിൽ നോട്ട് ബി കറക്റ്റഡ് ബൈ ദ ടീച്ചർ ആൻഡ് ദേ ക്യാൻ സ്റ്റാർട്ട് സ്പീക്കിംഗ് വെൻ ദേ ആർ റെഡി. So this kind of a method is natural approach, and this natural approach was developed by Tracy Terrell and Stephen Krashen എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. സെപ്റ്റംബർ 2021 ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.